ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു ദ കോഫി മഗ്. ഞാൻ ലിഷ. ഇന്ന് നമുക്ക് നല്ലൊരു സോസ് ഉണ്ടാക്കാം. പുളിയും മധുരവും ഒക്കെ ഉള്ളതും വളരെ എളുപ്പത്തിൽ ഉണ്ടാക്കാൻ പറ്റിയതും ഫ്രൈ ചെയ്തെടുക്കുന്ന സ്നാക്സിൻ്റെ ഒക്കെ കൂടെ കഴിക്കാൻ പറ്റുന്നതുമായ ഒരു സോസ്, ടാമറിൻഡ് സോസ്. വീഡിയോയിലേക്ക് പോകുന്നതിന് മുൻപ് എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലാത്തവർ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ. നമ്മുടെ ഈ സോസ് ഉണ്ടാക്കുന്നതിനായി വാളൻപുളി കുതിർത്ത് വെക്കണം. അതിനായി ഞാനൊരു ബൗളിലേക്ക് 50 ഗ്രാം വാളൻപുളി എടുക്കുകയാണ്. ഇതിലേക്ക് 1 കപ്പ് ചൂടുവെള്ളം ഒഴിച്ച് അരമണിക്കൂർ കുതിർക്കാൻ വെക്കണം. ഇപ്പോൾ അരമണിക്കൂർ കഴിഞ്ഞിട്ടുണ്ട്. ഇനി നമുക്കിത് നന്നായി കൈകൊണ്ട് ഞെരടിയെടുക്കാം. അതിനുശേഷം ഒരു അരിപ്പ വെച്ച് നന്നായി അരിച്ചെടുക്കണം. പൾപ്പ് മൊത്തം കിട്ടുന്നതിനായി 1 കപ്പ് വെള്ളവും കൂടി ചേർത്ത് ഒന്നുകൂടി അരിച്ചെടുക്കാം. ഇതിനു പകരം മിക്സിയിലിട്ട് ഇതൊന്ന് അടിച്ചെടുത്താലും മതിയാകും. ഇനി നമുക്കിത് കുക്ക് ചെയ്തെടുക്കാം. അതിനായി ഒരു പാനിലേക്ക് നമ്മൾ അരിച്ചെടുത്ത പുളിവെള്ളം ഒഴിച്ചു കൊടുത്ത് നന്നായി തിളപ്പിച്ചെടുക്കണം. ഇത് നന്നായി തിളച്ചതിന് ശേഷം ഇതിലേക്ക് 100 ഗ്രാം ശർക്കര പൊടിച്ചത് ചേർത്ത് കൊടുക്കാം. ഹൈ ഫ്ലെയിമിലിട്ട് വേണം ഇത് കുക്ക് ചെയ്തെടുക്കാൻ. 3 മുതൽ 4 മിനിറ്റ് വരെ നന്നായി തിളപ്പിക്കണം. അതിനുശേഷം ഇതിലേക്ക് 1/2 ടീസ്പൂൺ ജീരകം പൊടിച്ചത്, 1/2 ടീസ്പൂൺ മല്ലിപ്പൊടി, 1/2 ടീസ്പൂൺ ജിഞ്ചർ പൗഡർ, 1/2 ടീസ്പൂൺ കാശ്മീരി ചില്ലി പൗഡർ എന്നിവ ചേർത്ത് നന്നായി ഇളക്കി കൊടുക്കാം. ഇതിലേക്ക് ആവശ്യത്തിന് ഉപ്പും കൂടി ചേർത്ത് കൊടുക്കാം. ഞാനിവിടെ 2 ടീസ്പൂൺ ഉപ്പാണ് ചേർത്തിരിക്കുന്നത്. ഇനി ഇത് നന്നായി ഇളക്കി കൊടുത്തുകൊണ്ട് വറ്റിച്ചെടുക്കാം. നമ്മുടെ സോസ് റെഡിയായോ എന്നറിയാൻ വേണ്ടി 1 സ്ട്രിംഗ് ടെസ്റ്റ് ചെയ്ത് നോക്കാം. കുറച്ച് സോസ് നമ്മുടെ കയ്യിലെടുത്ത് വിരലുകൾ അകത്തി നോക്കുമ്പോൾ ഒരു നൂല് ഫോം ചെയ്യുന്നുണ്ടെങ്കിൽ സോസ് റെഡിയായെന്നാണ് അർത്ഥം. ഇനി ഉടൻ തന്നെ ഇതിലേക്ക് കുറച്ച് വെളുത്ത എള്ളും കൂടി ചേർത്ത് ഇളക്കി കൊടുത്തിട്ട് തീ ഓഫ് ചെയ്യാം. സ്ട്രിംഗ് ഫോം ആയി കഴിഞ്ഞാൽ പിന്നെ അധികം നേരം കുക്ക് ചെയ്യരുത്, കാരണം നമ്മുടെ സോസ് തണുത്ത് വരുമ്പോൾ നല്ല തിക്കാവും. നമ്മുടെ ടാമറിൻ സോസ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. നിങ്ങളെല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. നല്ല വെറൈറ്റി ആയിട്ടുള്ളൊരു സോസാണിത്. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ നിങ്ങൾ ലൈക്ക് ചെയ്യുകയും ഫ്രണ്ട്സിനൊക്കെ ഷെയർ ചെയ്ത് എന്നെ സപ്പോർട്ട് ചെയ്യാനും മറക്കല്ലേ. അപ്പോൾ നമുക്ക് മറ്റൊരു റെസിപ്പിയുമായിട്ട് വീണ്ടും കാണാം. താങ്ക്